ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാനിതാ ഇന്ന് മുരിങ്ങയിലയും അതേപോലെ തന്നെ മുരിങ്ങക്കായ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിലേക്ക് മീൻകറിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് മുരിങ്ങയിലും മുരിങ്ങക്കായും കൂടിയിട്ട് ഒരു ഉപ്പേരി വെച്ചാലോ എന്ന്. മുരിങ്ങക്കായ എനിക്ക് ജയിച്ച് തന്നതാണ് കേട്ടോ. മുരിങ്ങയില ഞാൻ താഴെ സുലാത്തായിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടൊന്ന് ഉപ്പേരി വെച്ചാലോ. പിന്നെ മുരിങ്ങയിലൊന്ന് നന്നാക്കിയെടുക്കാം. ആദ്യം ഞാൻ മുരിങ്ങക്കായാണ് കേട്ടോ തൊലി കളഞ്ഞിട്ട് നന്നാക്കി എടുക്കുന്നത്. മുരിങ്ങക്കായ ജയിച്ച് 3 ദിവസമായി എനിക്ക് തന്നിട്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഇടിച്ചൊക്കെ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുക്കായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ടൊരു വ്യത്യാസം വന്നിട്ട് എന്നാലും കുഴപ്പമില്ല. മുരിങ്ങക്കായ ഇങ്ങനെ കുറച്ച് വാടിയാലും നല്ല ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. മുരിങ്ങക്കായ നല്ല ഇഷ്ടമല്ലേ. മുരിങ്ങക്കായ തനിയെ ഉപ്പേരി വയ്ക്കാം കേട്ടോ. മുരിങ്ങക്കായ തനിയെ ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മുരിങ്ങക്കായ ഉപ്പേരി വയ്ക്കുമ്പോൾ കുറച്ച് മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മുരിങ്ങക്കായ കിട്ടുമ്പോൾ മുരിങ്ങയില ഉണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് രണ്ടും കൂടിയിട്ടൊന്ന് ഉപ്പേരി വെച്ച് നോക്കൂ കേട്ടോ. ഞാൻ ഈ മുരിങ്ങക്കായ മൊത്തം ഒന്ന് നന്നാക്കി എടുക്കട്ടെ. മുരിങ്ങക്കായ പരിപ്പിട്ടിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് പരിപ്പിട്ട് കറി വയ്ക്കാനും ഞാൻ കുറച്ച് മുരിങ്ങക്കായോട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. മുരിങ്ങക്കായ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുരിങ്ങയില നന്നാക്കാം കേട്ടോ. ഇനി മുരിങ്ങയില നന്നാക്കിയെടുക്കാം. മുരിങ്ങയില കൊണ്ട് ഞാൻ മുന്നേ 2 റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് മുരിങ്ങയില ചമ്മന്തി, പിന്നെ ഒന്ന് മുരിങ്ങയില മുട്ടിട്ടിട്ടൊരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പേരി എന്ന് പറയും, തോരൻ എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ചമ്മന്തി നല്ല ടേസ്റ്റാണ് മുരിങ്ങയില ചമ്മന്തി. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. മുരിങ്ങയില ഇങ്ങനെ ഊരിയെടുക്കാനാണ് കുറച്ച് സമയം എടുക്കുക. ഇത് ഉപ്പേരി വയ്ക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഈ മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഉപ്പേരി. ഇനി മുരിങ്ങയില എല്ലാം ഇതേപോലെ ഒന്ന് ഞാൻ ഊരിയെടുക്കട്ടെ കേട്ടോ. മുരിങ്ങയിലേക്ക് ഞാൻ ഇല ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കഴുകിയിട്ടെടുക്കാം. മുരിങ്ങക്കായ ഞാൻ കഴുകി കൊടുക്കുന്നതാണ്. ആദ്യം മുരിങ്ങക്കായ വേവിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം മുരിങ്ങക്കായ ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ചൊന്ന് വേവാന് ശേഷം മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില പെട്ടെന്ന് വേവണതല്ലേ. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മുരിങ്ങക്കായ വേവായിട്ടുണ്ട്, ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലേക്ക് ഇനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നാടൻ മുരിങ്ങക്കായ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് കൂടും. ജയച്ചയുടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായണതേ. നമ്മൾ വാങ്ങിക്കണ മുരിങ്ങക്കായനേക്കാളും നല്ല ടേസ്റ്റല്ലേ നാടൻ മുരിങ്ങക്കായ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മുരിങ്ങയിലയും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. കൂടുതൽ മുരിങ്ങയില ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ കയ്പ്പ് വരും. ഇത് കറക്റ്റായിട്ട് വേവായിട്ടുണ്ട്. ഇനി ഇത് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഞാൻ ഉള്ളി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഉണക്കമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഉണക്കമുളക് ഞാൻ കല്ലുമ്മ വെച്ചിട്ട് തന്നെ ചതച്ചത്, മിക്സിയിലിട്ട് പൊടിച്ചില്ല, കുറച്ചല്ലേ വേണ്ടോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കല്ലുമ്മ പൊടിച്ചെടുത്തു. ഇനി താളിച്ചെടുക്കും. പാൻ ചൂടായിട്ടുണ്ട്, ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഉള്ളി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഉണക്കമുളക് ചതച്ചതും കൂടിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ അതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ മുരിങ്ങക്കായും മുരിങ്ങയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ. അതേപോലെ തന്നെ ഹെൽത്തി ആണല്ലോ മുരിങ്ങക്കായും മുരിങ്ങയിലൊക്കെ, രണ്ടും ഹെൽത്തിയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. കമൻറ്റും നിങ്ങൾ എന്തായാലും ഇട്ടോളൂ, ഞങ്ങൾ റിപ്ലൈ തരാറുണ്ട്. എല്ലാ കമൻറ്റും ഞങ്ങൾ വായിക്കാറുണ്ട്, അതിനൊക്കെ ഞങ്ങൾ റിപ്ലൈ തരാറുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല. കറിവേപ്പില ഇട്ട് കൊടുക്കാത്ത ഒരേ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മുരിങ്ങയിലയിൽ ഞാൻ കറിവേപ്പില ഇടാറില്ല, കാരണം മുരിങ്ങയില ഇലയല്ലേ, അപ്പോൾ രണ്ടും കൂടി തിരിച്ചറിയില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടാറില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് മുരിങ്ങക്കായും മുരിങ്ങയിലും കൂടിയിട്ട് ഇതിന് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ ഉപ്പേരി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മുരിങ്ങയിലും അതുപോലെ മുരിങ്ങക്കായും കൂടിയിട്ടുള്ള ഉപ്പേരി റെഡിയായി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ആ തേങ്ങയൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂടി വെച്ച് കൊടുക്കുന്നത്. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നും കുക്ക് ചെയ്യുമ്പോൾ വരാറില്ലേ ഒരാൾ എന്നെ ശല്യം ചെയ്യാനായിട്ട്, അതാ അയാൾ വീണ്ടും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോൾ ഞാൻ കുക്ക് ചെയ്യണോ അപ്പോൾ വരും അവിടെ. ഇതവിടെ വന്നിരിക്കുന്നുണ്ട് കരയുക. അപ്പോൾ മുരിങ്ങക്കായും മുരിങ്ങയിലും കൊണ്ടിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മുരിങ്ങക്കായും മുരിങ്ങയിലൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.